വണ്ടിപ്പെരിയാറിൽ റോഡിൽ കന്നുകാലികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയാവുന്നു. അറവശാലയിലേക്ക് എത്തിച്ച പോത്ത് റോഡിന് കുറുകെ ചാടി താഹിർ എന്നയാളുടെ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇദ്ദേഹം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ പോത്തിന്റെ ഉടമ തനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് താഹിർ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകി. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ കന്നുകാലികൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് കാൽനട വാഹനയാത്രക്കാർക്ക് നിരന്തരം അപകടങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ വിഷയത്തിൽ നിരവധി പരാതികൾ ജനങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടും അനാസ്ഥ തുടരുകയാണ്. പഞ്ചായത്ത് സർവകക്ഷി യോഗത്തിൽ കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുമെന്നും അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായി പൗണ്ട് സംവിധാനം ഒരുക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒരുങ്ങുകയാണ്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ മൂലമുണ്ടായ ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം വള്ളക്കടവ് ചപ്പാത്തിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന താഹിർ എന്ന വ്യക്തിയുടെ കാറിന് മുൻപിൽ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന അറവശാലയിലേക്ക് എത്തിച്ച പോത്ത് ചാടി അപകടം സംഭവിച്ചത്. തന്റെ വാഹനത്തിന് സംഭവിച്ച കേടുപാടുകൾ തീർക്കുന്നതിനായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ പോത്തിനെ ചികിത്സിക്കുവാനുള്ള പണം നൽകണമെന്ന് അറവശാല ഉടമ പറഞ്ഞതായി താഹിർ പറയുന്നു. ഇത് സംബന്ധിച്ച് റിയാസുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അഴിച്ചു വിട്ടേ വളർത്തത്തുള്ളൂ, അത് നിങ്ങൾ വേണേൽ നോക്കി ഓടിച്ചോണം, ഇതിൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ധിക്കാരകരമായ വർത്തമാനമാണ് പറയുന്നത്. അപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിലും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അധികാരപ്പെട്ടവർ ഇതിന് നടപടിയെടുക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പോത്ത് കാറിന് കുറുകെ ചാടിയത് മൂലമുണ്ടായ അപകടത്തിൽ താഹിറിന്റെ കാറിന്റെ മുൻഭാഗം തകർന്നു. പ്രശ്നപരിഹാരം തർക്കത്തിലായതോടുകൂടി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കുമളി.